ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് പി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 6 മലയാളം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഷോയുടെ 4 ദിവസത്തെ റിവ്യൂ ആണ്. റിവ്യൂ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് പറയാൻ പോകുന്നത്. ആരൊക്കെ ഈ ഷോയിൽ അടിച്ചു പൊളിച്ചു, ആരൊക്കെ ഉയർന്നില്ല, ആരൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഈ 4 ദിവസം ഷോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഷോ ഉയർന്നു വരുന്നേ ഉള്ളൂ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഷോയ്ക്ക് 4 ബെഡ്റൂമിൻ്റെ ഒരു തീമായിരുന്നു. അതിൽ ഒരാൾക്ക് പവർ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് കൊണ്ടുവരികയും സാധാ ഗ്രൂപ്പുകളും പവർ ഗ്രൂപ്പ് അടുക്കളയുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാനും അടുക്കള ടീമിനെ തിരഞ്ഞെടുക്കുകയും അവരുടെ പവർ കാണിക്കുന്നതൊക്കെ ആയിരുന്നു ഇത്. പിന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ഈ പവർ ഗ്രൂപ്പ് ഇങ്ങനെ മാറി വരാനാണ് ചാൻസ്. അതാണ് തോന്നുന്നു ഫസ്റ്റ് ടാസ്ക്. അപ്പം അതിലോട്ട് പോവുമായിരുന്നു. ഈ ഒരു 4 ദിവസവും നോക്കുവാണെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് കളിച്ചത് നമ്മുടെ രതീഷ് ചേട്ടനാണ്. രതീഷ് ചേട്ടൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ വെറുപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് കണ്ടന്റ് നൽകുന്ന പുള്ളിയാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഏറ്റവും ബുദ്ധിമാനായ ആളെന്ന് പറയുന്നത് സിജോ ആണ്. പിന്നെ നമ്മുടെ ജാസ്മിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. ബാക്കി ഇപ്പൊ പറയുന്ന ശരണ്യയും ഒക്കെ എല്ലാം കളിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അലച്ചിലും കണ്ടിട്ട് നൽകുന്നത് രതീഷ് ചേട്ടൻ തന്നെയാണ്. രതീഷ് ചേട്ടൻ ഇതിലൂടെയാണ് ഇപ്പൊ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളി എല്ലാവരും നിന്നും ഒറ്റപ്പെട്ടൊരു ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള അംഗങ്ങൾക്ക് അത് മനസ്സിലായിട്ടാണോ എന്നറിയാം, മനസ്സിലായോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ തൊട്ടേനെ പിടിച്ചല്ല ബഹളം വെക്കുന്നുണ്ട്. ജാൻമണിയായിട്ടുള്ള ഇഷ്യൂവിൽ പുള്ളിക്ക് കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് നേടുന്നുണ്ട്. ഈ രീതി പോവുകയാണെങ്കിൽ പുള്ളി കയറി വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവരെ ഒറ്റപ്പെടുത്തി എല്ലാ സീസണിലും സംഭവിക്കുന്ന പോലെ തന്നെ ഒരു തരംഗം ഉണ്ടായിട്ട് പുള്ളി ഒരു രാജാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ പിന്നെ ഞാൻ കാണുന്നത് സിജോയാണ്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവരെയും നോമിനേഷനുള്ള ആരൊക്കെയാന്ന് പറഞ്ഞാൽ ശരണ്യ, നോറ, സിജോ, സുരേഷ്, അൻസിബ, ജിൻഡോ, രതീഷ്, റോക്കി തുടങ്ങിയവരാണ്. അതിൽ സിജോ ആണ് ഇപ്പോൾ വോട്ടിങ്ങിൽ ഫാസ്റ്റ് നിൽക്കുന്നത് എന്നാണ് അൺഒഫീഷ്യൽ പോളുകളിൽ പറയുന്നത്. പക്ഷേ രതീഷ് തൊട്ടു പുറകെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ രതീഷിന് കിട്ടുന്നെങ്കിലും രതീഷ് അവിടെ നിന്ന് പോകണമെന്ന് ഒരു ഭാഗം ബിഗ് ബോസ് ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥവും. പിന്നെ പറയാനാണെങ്കിൽ ഗെയിം നല്ല രീതിയിൽ പൊക്കോണ്ടിരിപ്പുണ്ട്. ഇതിൽ ഒട്ടും ആക്റ്റീവായിട്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഹെക്സിബിയാണ്. ഹെക്സിബി എന്തിനാ വന്നത് നമുക്ക് പോലും അറിയത്തില്ല, ചുമ്മാ വന്നേക്കുവാണ്. അതുമല്ല, റോക്കി ബായ് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഏശുന്നില്ല. പിന്നെ ജിൻഡോ ഒരു പാവം ചെറുക്കനെ പോലെ എനിക്ക് തോന്നി. നോറ എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട്. ശരണ്യ അങ്ങനെ തന്നെ. പിന്നെ സുരേഷ് ഏട്ടൻ ഗെയിമിലോട്ട് വന്നിട്ടില്ല. മിക്കവാറും ഈ സീസണിൽ സുരേഷോ ഹസിബയോ ആയിരിക്കും, അൻസിബയോ ആയിരിക്കും പുറത്താനുള്ള ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഏഷ്യൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും അവരുടെ ഇപ്പം മോശമായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടിങ് അടുത്ത വീക്കോട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത അതിനുള്ളിൽ ഉയർന്നു വരുമായിരിക്കും എന്നുള്ള ഇപ്പോഴത്തെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. രതീഷ് എന്നാണല്ലോ ഉടനെ ഒന്നും ഔട്ടാകത്തില്ല. പുള്ളി ഒരു 3-4 വീക്ക് കുറഞ്ഞതായാലും കാണും. കാരണം പുള്ളി കണ്ടന്റ് ഇടുന്നുള്ളൂ. പുള്ളിയും കൂടെ പോയി കഴിഞ്ഞാൽ വളരെ എന്നെ ഉപ്പിന് കഞ്ഞില്ലാത്ത അവസ്ഥയാവും ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ പുള്ളി എന്താണോ ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പുള്ളിയാണ് ആത്മാർത്ഥമായിട്ടും കൊടുത്ത പൈസയ്ക്ക് പണിയെടുക്കുന്ന അവിടെ പുള്ളിയെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിജോയും അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട്. അതിൽ അൻസിബയാണ് എനിക്ക് ഒട്ടും അത്ര പിടിക്കാതെ വന്നത്. അപ്പം ഇപ്പം വരെയുള്ള ഒരു വോട്ടിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം. സിജോയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സിജോയ്ക്ക് 80,000 അടുത്ത് വോട്ടുകളുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് രതീഷ് ചേട്ടനാണ്, തൊട്ട് പുറകെയുണ്ട്. 79,000 സംതിങ് വോട്ടുകളുണ്ട്. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് റോക്കിയാണ്. റോക്കി ഇന്നലെയൊക്കെ പുറകെ പോയി വോട്ടിൽ, പക്ഷെ ഇപ്പം ഇന്ന് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വന്നു. റോക്കിക്ക് ഒരു 75,000 സംതിങ്ങോളം വോട്ടുകളുണ്ട്. പിന്നെയാണെങ്കിൽ 4ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ജിൻഡോ ആണ്. ജിൻഡോയ്ക്ക് പെട്ടെന്നൊരു കയറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിൻഡയാണ് 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. 5ാം സ്ഥാനം ശരണ്യ, 6 നോറ, 7 അൻസിബ, 8 സുരേഷ്. ഈ ലെവലിലാണ് ഇപ്പോഴത്തെ വോട്ടിങ്. അൺഒഫീഷ്യൽ വോട്ടാണ്, എത്രത്തോളം കറക്റ്റ് ആണെന്നില്ല. പക്ഷെ ജനപ്രീതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പാറ്റേണിലാണ് പോകാൻ സാധ്യത. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അൻസിബയോ സുരേഷോ ഈ വീക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സുരേഷോ ഞാൻ നോക്കുന്നില്ല. സുരേഷ്
അൻസിബ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ സുരേഷ് ഉണ്ട്. പുള്ളിക്ക് കുറച്ച് ടൈം കൂടെ കൊടുത്താൽ പുള്ളി നന്നായിട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ജാൻമണി രതീഷ് കെട്ടിപ്പിടിച്ച ഇഷ്യൂവിൽ പുള്ളി ഒരു എതിർ പ്ലേ കളിച്ചായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ പുള്ളി കുറച്ച് വോട്ടുകൂടെ കൂടി ഒരു വീക്കോടെ എന്തായാലും പുള്ളി നിർത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാണാം നമുക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ എന്താണേലും എവിക്ഷൻ ഉണ്ടാവും ഈ വീക്ക്, ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ തന്നെ ചിലപ്പം അടുത്ത വീക്കിലേക്ക് നീട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ വോട്ടിംഗ് അനുസരിച്ച് സുരേഷോ അൻസിബിയാണ് പോകാൻ സാധ്യത. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പോയതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഷൂട്ടിങ് മിക്കവാറും നാളെ വൈകുന്നേരത്തിനുള്ളിൽ തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അറിയാൻ പറ്റും ആരും ഔട്ടായോ ഇല്ലയോ എന്നൊക്കെ. അപ്പം എൻ്റെ ചാത്തന്മാർ വന്ന് വിവരങ്ങൾ തരുന്നതായിരിക്കും. വിവരങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, കൃത്യവും സൂക്ഷ്മമായിട്ട്. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകളും ബിഗ് ബോസ് അവലോകനവുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, വൺ ലൈഫ്, വൺ ഡ്രീം, വൺ പാഷൻ. താങ്ക് യു.